ശ്രേഷ്ഠ ഭാരതം. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. വനവാസത്തിന് പോകാമെങ്കിൽ മരവുരിയും ധരിക്കാമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇവിടെ ദേവഹിതാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് വാണിയും മന്ധരതൻ വദനാന്തരെ വാണിയിടിനാൽ ചെന്നു ദേവകാര്യാർത്ഥമായി എന്നാണ് ആചാര്യൻ്റെ വാക്കുകൾ. ഇപ്രകാരം ദശരഥ മഹാരാജാവോ മന്ധരയോ കൈകേയി മാതാവോ ഇത്തരുണത്തിൽ വനയാത്രയ്ക്ക് ഹേതുവാകുന്നില്ല. മാത്രവുമല്ല, വനവാസം സ്വേച്ഛയാ സ്വീകരിച്ചതിനാൽ വന്യജീരങ്ങൾ ധരിക്കുന്നത് സർവ്വസാധാരണമാണ്. ആകയാൽ കൈകേയി നൽകുന്ന മരവുരി സ്വീകരിക്കുന്നതിൽ യാതൊരു അനൗചിത്യവും തെറ്റുമില്ല എന്നതാണ് എൻ്റെ പക്ഷം. എൻ്റെ അഭിപ്രായം അനുസരിച്ച് കൈകേയിദേവി ചെയ്തത് ശരിക്കും തെറ്റാണ്. എന്തെന്നാൽ രാമനും ലക്ഷ്മണനും മരവുരി കൊടുത്താൽ പോലും ജനകാത്മജിയായ സീതാദേവിക്ക് കൊടുക്കാൻ പാടില്ല. കാരണം എന്തെന്നാൽ ഇത്രയും നാളും സൗഭാഗ്യകരമായ ജീവിതം നയിച്ച്, മാത്രമല്ല ശ്രീരാമസ്വാമിയോട് മാത്രമേ വനവാസത്തിന് പോകാൻ പറഞ്ഞിട്ടുള്ളൂ. സീതാദേവിക്ക് അങ്ങനത്തെ യാതൊരുവിധ വനവാസത്തിന് പോകണമെന്നും കൽപ്പിച്ചിട്ടില്ല.